ഓണം മൂഡിലാണ് മലയാളികൾ. ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവുമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് പാളയത്ത് കടകളിൽ വൻ ജനത്തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയത്താണ്. പാളയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശേഷ ദിവസങ്ങളിലെല്ലാം തന്നെ സൂചി കുത്താനിടമില്ലാത്ത രീതിയിലേക്ക് ആളുകളുടെ ഒഴുക്കാണ് എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ നിരവധി വാഹനങ്ങളും അതുപോലെ തന്നെ കച്ചവടക്കാരും ഇത് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകളുടെയും വലിയൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നിരവധി ആളുകളും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ സാധനങ്ങൾക്കൊക്കെ ചേട്ടാ, ഈ സാധനങ്ങൾക്ക് എങ്ങനെയാണ് വില? സാധനത്തിന് ഇപ്പോൾ ഉള്ളത് കുറച്ച് പയർ, രസം, മുരിങ്ങക്കായ്, ആ സാധനത്തിന് കുറച്ച് വില കൂടുതൽ. ബാക്കിയൊക്കെ വെണ്ടക്ക, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഒക്കെ വില കുറവാണ്. പച്ചക്കറിയൊക്കെ വില കുറവാണ്. ചെറിയ ഉള്ളി വില കുറവാണ്. ഈ പയറാണ് കുറച്ച് വില കൂടുതൽ. അതായത് വലിയ വില ഒന്നുമില്ല, ഒരു 120 റുപ്യ, 100 റുപ്യ. പിന്നെ വില കുറവുള്ള പയർ വേറെ ഉണ്ട്. ഒരു കിലോ 60 റുപ്യേൻ്റെ പയർ വേറെ ഉണ്ട്. കിലോ 100 റുപ്യേൻ്റെ പച്ചപ്പയർ 100 റുപ്യാണ്, മറ്റേ പയർ 60 റുപ്യാണ്. പിന്നെ പച്ചമുളക് ഇഞ്ചൊക്കെ സാധാ വിൽക്കണ വില ഉണ്ട്. ഈ ഓണമായിട്ട് വലിയ വില ഒന്നും കൂടിയിട്ടൊന്നുമില്ല. ഒക്കെ ചുരുങ്ങിയ 530 റുപ്യ, അര കിലോ 30, അര കിലോ 40, അര കിലോ 50, കിലോ 50 ഒക്കെ തന്നെ ഉള്ളു വില. സാധാരണക്കാർക്ക് സാധനം വാങ്ങാൻ വന്നാൽ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ കവർ നിറയെ കൊടുക്കുന്നുണ്ട്. സാമ്പാറിന് ആവശ്യമായ എല്ലാ സാധനവും ഇവിടെ കിട്ടും. ബുദ്ധിമുട്ടുകൾ രാവിലെ മാത്രം കുറച്ച് ഈ ലോറിൻ്റെ തിരക്ക്. ഒരു 10 മണിയായാലും എല്ലാ ലോറിയും പുറത്തേക്ക് പോകും. പിന്നെ വരുന്ന ജനങ്ങൾ സുഖമായിട്ട് സാധനം വാങ്ങാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അത് തന്നെയാണ്. അതായത് ഇപ്പോൾ തന്നെ ഏകദേശം 1-2 ആളുകളെല്ലാം എത്തുന്നുണ്ട്. നമുക്കറിയാം, തിരുവോണത്തിൻ്റെ തലേ ദിവസം ഉത്രാടപ്പാച്ചിലാണ്. ആ ഒരു പാച്ചിലാണ് ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സാധനങ്ങൾ ലോറിയിലേക്ക് എത്തുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തിരക്കും നിലവിൽ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരും അതോടൊപ്പം തന്നെ ഇവിടേക്ക് ഉള്ളി, ഉരുളക്കിഴങ്ങ്, അതോടൊപ്പം തന്നെ പച്ചക്കായ തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിക്കാനുള്ള ആളുകളുടെ തിരക്കും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ചേട്ടാ, സാധനം വാങ്ങിക്കാൻ വന്നതാണോ? അതെ. എന്തൊക്കെയാ വാങ്ങിക്കുന്നത്? തിരുവോണത്തിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞോ? വാങ്ങിക്കാൻ പോകുന്നുള്ളൂ. ഒറ്റയ്ക്ക്? ഓക്കെ, തീർച്ചയായും ആളുകൾ കണ്ടില്ലേ, ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്. അതുപോലെ തന്നെ സാധനങ്ങൾ ഇറക്കാനുള്ള നെട്ടോട്ടവും ഇതിനോടകം തന്നെ ഇവിടെ കാണുന്നുണ്ട്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ വലിയ തിരക്കാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, മഴ. രാവിലെ ഇന്നലെ രാത്രി പെയ്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാറി നിന്നിട്ടുണ്ട് മഴ. എങ്കിൽ പോലും ഈ പാളയം മാർക്കറ്റിൻ്റെ വിവിധ ഇടങ്ങളിൽ ആ ഒരു ദൃശ്യങ്ങൾ തന്നെ, അതാ ഒരു ഭാഗത്ത് പച്ചക്കായകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. എങ്കിൽ പോലും ഈ സാധനങ്ങളെല്ലാം ഒരു വശത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നതും കാണാം. എങ്കിലും ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത്തരത്തിൽ മഴ ഒന്ന് പെയ്തത് ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഒരു നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്കിലും ആളുകൾ ഇവിടേക്ക് വലിയ രീതിയിലേക്ക് എന്നാലും ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ചേട്ടാ, സാധനം വാങ്ങിക്കാൻ വന്നതാണ്? ഞാൻ ഇവിടുത്തെ തൊഴിലാളിയാണ്. എങ്ങനെയാണ് പച്ചക്കറിക്കൊക്കെ വിലക്കുറവുണ്ടോ? വില നിർണ്ണയിക്കാൻ കർഷകന് കാര്യമായിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ഇവിടെ നിൽക്കുന്ന ആളുകൾ ഇതാക്കണേ. ഒരു മഴക്കാലത്ത് ഈ പച്ചക്കറിക്കെല്ലാം തന്നെ വാഴകൃഷി അടക്കം നശിച്ചൊരു ഘട്ടത്തിൽ വാഴകൃഷി നശിക്കുന്ന സ്വാഭാവികമല്ലോ, പ്രകൃതി വിരുദ്ധമാകുമല്ലോ. തീർച്ചയായും ഇത്തരത്തിലാണ്. അതായത് ഇവിടെയുള്ള തൊഴിലാളികളെല്ലാം പറയുന്നത് ഈ മഴ വന്നതോടുകൂടി ഈ കച്ചവടം ചെറിയ രീതിയിൽ ഒരു നിരാശ. ചേച്ചി, സാധനം വാങ്ങിക്കാവുന്നതാണോ? സാധനം വാങ്ങും. എവിടം വരെയായി ഓണപരിപാടി? എവിടം വരെയായി? ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരുവോണത്തിന് മുൻപേ ഉള്ള ഒരു ഉത്രാടപ്പാച്ചിലാണ്. എങ്ങനെയുണ്ട് ഈ ഒരു പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില കൂടുതലാ. വില കുറവാണെന്നാണല്ലോ അവിടെ നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞത്. ഇവിടെയൊക്കെ വില കൂടുതലാ. 30. തക്കാളിക്കോ? ഇവിടെ എത്രയാണ് പറയുന്നത്? ഇവിടെ 30 ഉണ്ട്, 35 ഉണ്ട്. തക്കാളി മാത്രമാണോ വാങ്ങിക്കുന്നത്? സാമ്പാറിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും മേടിക്കുന്നുണ്ടോ? മേടിക്കുന്നുണ്ട്. ഓക്കെ, എവിടം വരെ ആയി ഓണം? എവിടം വരെ ആയി? ഓണം അടുത്തും കൊണ്ടിരിക്കുന്നത് അന്ന് ചെറിയ ഓണല്ലേ, ആയിക്കൊണ്ടിരിക്കുന്നത്. പൂക്കളൊക്കെ വാങ്ങിച്ചു? ഇല്ല, പൂക്കളൊക്കെ വാങ്ങണം. അപ്പൊ ഇന്ന് ഗംഭീരമായിട്ട് പാളയത്ത് തന്നെയാണ് ഇന്ന് ഈ ഒരു കച്ചവടം അല്ലെങ്കിൽ ഈ ഒരു ഓണാഘോഷം ഇവിടെ തന്നെ അങ്ങോട്ട് പൊടിക്കാനാണോ?
ആ ഇവിടുന്നും പൊടിക്കണം വീട്ടിൽ നിന്നും പൊടിക്കണം. പൊടിക്കണം. അപ്പോൾ ഇവിടെ എത്ര നേരം ഉണ്ടാവും ഇവിടെ പാളയത്ത്? ഇവിടെ കുറച്ച് നേരം സാധനം വാങ്ങിയിട്ട് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി SM സ്ട്രീറ്റിലേക്ക്. ആ ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. എന്തൊക്കെയാണ് പുത്തനുടുപ്പെല്ലാം എടുത്തോ? ഓ എടുത്തു. ഓ ഒറ്റയ്ക്കാണോ വന്നത്? ആ ഒറ്റക്കാ വന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നതെല്ലാം നടക്കട്ടെ. അപ്പോൾ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ, അപ്പോൾ തീർച്ചയായും ചേച്ചി വലിയ സന്തോഷത്തിലാണ്. അതോടൊപ്പം തന്നെ ചേച്ചിക്ക് സംബന്ധിച്ചിടത്തോളം ഈ സാധനത്തിന് വില കൂടി എന്നുള്ളൊരു ചെറിയൊരു നിരാശയും ചേച്ചി പങ്കുവെക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത്തവണത്തെ ഓണം കളറാക്കാൻ തന്നെയാണ് ചേച്ചി പറയുന്നത്. ഏതായാലും ഇവിടെയും നല്ല തിരക്കാണ്. ഈ തിരക്കിനിടയിൽ നമ്മളിങ്ങനെ പോകുന്നത് ഇവിടുത്തെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടാണ്. എങ്കിലും ഏറെക്കുറെ ആളുകളെല്ലാം തന്നെ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, ഓക്കെ, ചേട്ടാ സാധനം വാങ്ങിക്കാൻ വന്നതാണോ? ആ സാധനം വാങ്ങിക്കാൻ വന്നാ. വെജിറ്റബിള് എല്ലാം വാങ്ങുന്നുണ്ട്. വിലക്കുറവ് ഏകദേശം നമ്മൾ സാധാരണ വാങ്ങുന്നതിനെക്കാട്ട് ലേശം കുറവുണ്ട്. രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു. ആ മഴ നല്ല മഴയാണ്. ഇന്ന് ഉത്രാടപ്പാച്ചിലായതിനെ കൊണ്ട് തന്നെ വാങ്ങിക്കാൻ പറ്റിയായിരുന്നോ? ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്? എല്ലാ വെജിറ്റബിൾ ഐറ്റം മറ്റേ ഡ്രൈ ഐറ്റം എല്ലാം വാങ്ങുന്നുണ്ട്. എല്ലാ സാധനവും. അപ്പോൾ ഇങ്ങനെ തന്നെയാണ്. അതായത് പച്ചക്കറിയാണ് പ്രധാനമായിട്ടും ആളുകൾ വാങ്ങിച്ച് തുടങ്ങുന്നത്. ഏതായാലും നാളത്തേക്ക് ഇന്ന് വൈകിട്ടത്തോടു കൂടി തന്നെ ഈ സാധനങ്ങളെല്ലാം തന്നെ ഒരുക്കുന്ന തിരക്കിലായിരിക്കും ആളുകൾ. ചേച്ചി എവിടം വരെയായി? വാങ്ങിക്കൊണ്ടിരിക്കുക. ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് ഒരു ഒന്നാന്തരം പാച്ചിൽ തന്നെയാണോ? അതെ, ആണ്. അപ്പോൾ വീട്ടിൽ എങ്ങനെയുണ്ട്? ആഘോഷങ്ങളൊക്കെ എവിടം വരെയായി? നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതുവരെ സാധനങ്ങൾ ഇപ്പോൾ ഡ്രസ്സ്, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ പച്ചക്കറികൾ, പൂക്കൾ എടുത്തില്ല. ഡ്രസ്സൊക്കെ എടുക്കണം. എന്താണ് വെയിറ്റ് ചെയ്യുന്നത്? നമ്മളിതാ ഇന്ന് ഉത്രാടമാണ്, നാളെ തിരുവോണമാണ്. നമുക്കിപ്പോൾ നല്ല രീതിയിൽ ഓണം കൊണ്ട് നടക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതേപോലെ സാധിച്ചു തരട്ടെ. തീർച്ചയായും. അപ്പോൾ ചേച്ചി നല്ല രീതിയിൽ തന്നെ ചേച്ചിയുടെ ഓണം ആഘോഷിക്കുക, ഉഷാറാക്കുക. അപ്പോൾ ചേട്ടാ എവിടം വരെ? ഓണം ഉഷാറാണ് നമ്മളെ. ഉഷാറാണ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കച്ചവടം നടക്കുന്നതോടൊപ്പം വീട്ടിൽ? കച്ചവടം രാവിലെ തന്നെ തിരക്കുണ്ട്. ഇപ്പോൾ തിരക്ക് കുറഞ്ഞ ലേശം കഴിഞ്ഞാൽ തിരക്കാവും. തെറ്റില്ല. ഓണം പരിപാടി അടിപൊളിയായി. ഇപ്പോഴേ ഇറങ്ങി. രാവിലെ നല്ല മഴയായിരുന്നു. രാവിലെ നല്ല മഴയാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിയാറായോ? ഒക്കെ റെഡിയാക്കി വീട്ടിലേക്ക് പോവാണ്. എന്താണ് ഇന്ന് സ്പെഷ്യൽ? ഇന്ന് സ്പെഷ്യൽ അവിയൽ, കൂട്ടുകറി. ഇന്ന് അവിയലുണ്ട്. അപ്പൊ നാളെയോ? നാളെ എന്താ? പയറിന് വില കൂടി. 30 ഉറുപ്പ്യ വിറ്റ വയറിന് 100 ഉറുപ്പ്യ ഒക്കെ പറഞ്ഞത്. ഇത് അവസാനം പോയിട്ട് 80 ഉറുപ്പ്യക്ക് വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ ഒരു കണക്കിന് നോക്കിയാൽ പയറ്, നമുക്കറിയാം ഈ സദ്യവട്ടം ഒരുക്കുമ്പോൾ പയറ് അത്യാവശ്യമുള്ളൊരു സാധനം തന്നെയാണ്. അതുപോലെ തന്നെ അവിയലിലെല്ലാം തന്നെ ഇത്തരത്തിൽ നമ്മൾ പയറ് ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ പയറും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് എന്നുള്ളതാണ്. ഏതായാലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു നല്ലൊരു ഓണം തന്നെയാണ് വരും ദിവസങ്ങളിലെല്ലാം തന്നെ ആളുകൾക്കുള്ളത്. അതോടൊപ്പം തന്നെ കച്ചവടക്കാരും ഈ വാങ്ങിക്കാൻ വരുന്ന ആളുകളും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്.